കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ പ്രശ്നമാകുന്നത് കോൺഗ്രസിന് തന്നെ ആവുള്ളൂ. കാരണം അത് അത്രത്തോളം കോൺഗ്രസിനെതിരെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് അംബേദ്കർ. അപ്പൊ അമിത്ഷായ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ അമിത്ഷാ അപമാനിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അമിത്ഷായുടെ നരേറ്റീവ്സ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഓപ്പോസിഷനെതിരെ പറഞ്ഞ ഒരു കാര്യം മാത്രമാണിത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അംബേദ്കർ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലെത്തില്ല. നിങ്ങൾ അത്രയും ഓവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അംബേദ്കർ കോൺഗ്രസിനെയും ഗാന്ധിജിയും വിമർശിച്ച പോലെ തന്നെ ലോകത്ത് വേറെ ആരും വിമർശിച്ചിട്ടില്ല എന്ന് പറയാം. ഗാന്ധിജി ഒരു ഇല്യൂഷനിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. ഗാന്ധിജിയാണ് ഇന്ത്യയെ നയിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ ഭാവി വളരെ മോശമായിരിക്കും. എല്ലാ കാര്യത്തിലും ഗാന്ധിജിയെ വളരെ കണിശമായിട്ട് വിമർശിച്ച ഒരു വ്യക്തിയാണ് അംബേദ്കർ. അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ വാട്ട് കോൺഗ്രസ് ആൻഡ് ഗാന്ധിജി ഡിഡ് ടു അൺടച്ചബിൾസ് എന്നുള്ളതാണ്. ഇന്ത്യയിലെ അൺടച്ചബിൾസിനെതിരെ ഒരു പ്രസ്ഥാനമായിട്ട് കോൺഗ്രസിനെയും ഒരു വ്യക്തിയായിട്ടാണ് ഗാന്ധിജിയും അംബേദ്കർ കണ്ടിരുന്നത് എന്നുള്ളത്. എല്ലാവർക്കും നമസ്കാരം. മറുനാടൻ മലയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊപ്പം ഇന്നുള്ളത് അഭിലാഷ് കൃഷ്ണനാണ്. സ്വന്തം ചിന്തകനാണ്, എഴുത്തുകാരനാണ്, യൂട്യൂബറാണ്. ഒരുപാട് പ്രത്യേകിച്ച് സയൻസും എക്കണോമിക്സ് വിഷയങ്ങളിലൊക്കെ പ്രഗത്ഭനാണ്. അഭിലാഷ് നമസ്കാരം, വെൽക്കം ടു മറുനാട്. നമസ്കാരം അനുജ. താങ്ക് യു. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം പാർലമെന്റിൽ കുറച്ചധികം പ്രശ്നങ്ങൾ നടക്കുകയാണ്. നമുക്കറിയാം, ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയിൽ, ഇന്ത്യയിലെ പാർലമെന്റിൽ വിന്റർ സെഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഒരുപാട് നിയമങ്ങൾ, ബില്ലുകൾ അവതരിപ്പിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്യേണ്ടുന്ന ഒരു പ്രദേശത്ത് കഴിഞ്ഞ 2 ദിവസങ്ങളായി അതിഭീകരമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ നടക്കുകയാണ്. BJP എംപിമാർ കളത്തിലിറങ്ങുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസെടുക്കുന്നു. ഇതെല്ലാം അമിത്ഷാ നടത്തിയ അംബേദ്കർ പ്രസ്താവനകളുമായി ബന്ധപ്പെട്ടാണ്. നമുക്കറിയാം, പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുന്നു. പിന്നീട് അവിടെ കുറെ ഫാൻസി ഡ്രസ്സിന്റെ കളർ മാറുന്നു, ബാഗുകൾ കൊണ്ടുവരുന്നു. എന്താണ് അബി, ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി? ആരുടെ ഭാഗത്ത് ശരി, ആരുടെ ഭാഗത്ത് തെറ്റ് എന്നതിനുപരി നമ്മൾ ഇതിനകത്ത് നോക്കുന്നത് രാഷ്ട്രീയത്തിൽ എങ്ങനെ ശരി തെറ്റിനേക്കാൾ ഉപരി അവസരങ്ങൾ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഓരോ പാർട്ടിക്കാരും ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ എനിക്ക് മോറലി അങ്ങനെ ഒരു കോൺഗ്രസോ BJPയോ ശരി എന്ന് പറയുന്നതിനേക്കാളും ഓരോ പാർട്ടിയും ഇതിനെ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ പാർലമെന്റിൽ പല വിഷയങ്ങൾ സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിൽ അമിത്ഷാ പറഞ്ഞ ഒരു കാര്യത്തെ വെച്ച് കോൺഗ്രസ് ഇതിൽ പ്രക്ഷുബ്ധമാക്കുന്നത് കോൺഗ്രസ് അവർക്ക് വീണ് കിട്ടിയ ഒരു അവസരം ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമ്മളിവിടെ നോക്കേണ്ടത് ഓരോ പാർട്ടിയും എന്താണ് ശ്രമിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം ഞാൻ അമിത്ഷായുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ 75ാം വാർഷികമായിട്ട് അനുബന്ധിച്ചിട്ടുള്ള നടത്തിയ പ്രസംഗം മുഴുവൻ നോക്കിയപ്പോൾ അമിത്ഷാ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പ്രെഡിക്റ്റബിൾ ആയിട്ട് BJP എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയുള്ള കാര്യമാണ്. കാരണം BJP വർഷങ്ങളായിട്ട് ഇവിടെ ശ്രമിക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്. അത് ഇന്ത്യയുടെ മുന്നോട്ടുള്ള പാതയിൽ അവരെത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ്, അവർ മാത്രമേ ഇന്ത്യക്ക് മുന്നോട്ട് നയിക്കാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞു വെക്കാൻ ശ്രമിക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ പഴയ ഹിന്ദുത്വ നേതാക്കളെ മുന്നിലേക്ക് കൊണ്ടുവരിക. നമുക്കറിയാം, സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് അതിനുശേഷം കോൺഗ്രസ് ആണ് ഭരിച്ചിരുന്നത് വർഷങ്ങളോളം. BJP വളരെ താമസിച്ച് ഭരണത്തിലേക്ക് എത്തിയതാണ്. അപ്പൊ BJPയുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരുടെ ഹിന്ദുത്വ നേതാക്കളെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷൻ ചർച്ച നടത്തിയ പ്രസംഗത്തില്, അമിത്ഷായുടെ പ്രസംഗത്തിൽ നമുക്ക് ഉടനീളം കാണാൻ കഴിയുന്നത് സവർക്കറിനെയും ഓർബന്ധുവിനെയും വിവേകാനന്ദനെയൊക്കെ പലതവണ ഉയർത്തിക്കാട്ടുന്ന അമിത്ഷായാണ്. നമുക്കറിയാം, ഇവർക്ക് ആർക്കും നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. വിവേകാനന്ദൻ തന്നെ കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തന്നെ മരിച്ച ഒരാളാണ്. ഓർബിന്ദോ ഒരു കോൺഗ്രസ്സുകാരനായിരുന്നു. അതിനുശേഷം കോൺഗ്രസിൽ നിന്നും മാറുകയും അതിനുശേഷം ആത്മീയതയുടെ വഴിയിൽ സഞ്ചരിക്കുകയൊക്കെ ചെയ്ത ആളാണ്. ഹിന്ദുത്വത്തേക്ക് വേണ്ടി ആദ്യം സംസാരിച്ചിരുന്ന ആളാണെങ്കിൽ കൂടെ വളരെ പെട്ടെന്ന് തന്നെ സ്വാതന്ത്ര്യ സമരത്തിൽ നിന്നൊക്കെ മാറി സഞ്ചരിച്ച ഒരാളാണ്. സവർക്കറെ നമുക്കറിയാം, കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോഴൊന്നും ആ സമയത്ത് അദ്ദേഹത്തിന് അവിടെ യാതൊരു പങ്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ അമിത്ഷാ അവരെയൊക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കും. അതോടൊപ്പം തന്നെ ഹിന്ദു ടെക്സ്റ്റിനെ പറ്റിയിട്ടും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ രാമന്റെ ചിത്രമുണ്ട്, അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ മുന്നേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കും. അവിടെയാണെങ്കിലും നമുക്കറിയാം, അംബേദ്കറും നെഹ്റുവും ഒക്കെ കൂടെ ചേർന്ന് നിർമ്മിച്ച ഈ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നതിനകത്ത് നമ്മളുടെ മതത്തിൽ നിന്ന് യാതൊന്നും നമ്മൾ എടുത്തിട്ടില്ല. പകരം നമ്മൾ ആധുനിക മൂല്യങ്ങളാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടും സമത്വത്തെ പറ്റിയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്. അപ്പം അവര് ഹിന്ദുത്വത്തോട് കൂട്ടിക്കെട്ടാൻ അവിടെ അങ്ങനെ ഒരു ശ്രമം അവിടെ നടത്തുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നടത്തുന്ന ഒരു ശ്രമമാണ് അംബേദ്കറിനെ പറ്റി പറയുമ്പോൾ തന്നെ നെഹ്റുവിനെ പറ്റി അധികം പറയാതിരിക്കുക. അറിയാലോ, സംഘപരിവാറിനെ സംബന്ധിച്ചിടത്തോളം നെഹ്റുവിനെ അധികം പ്രൊമോട്ട് ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമല്ല. എത്രത്തോളം ഡീഗ്രേഡ് ചെയ്യുക എത്രത്തോളം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നെഹ്റുവിന്റെ പേര് പറഞ്ഞു പോകുന്നു. പക്ഷെ അതിനേക്കാൾ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ പാർലമെന്റിൽ പ്രസംഗിക്കുമ്പോൾ അമിത്ഷാ തുടങ്ങുന്നത് തന്നെ വല്ലഭായ് പട്ടേലിനെ വെച്ചിട്ടാണ് തുടങ്ങുക. തിലകനെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് എപ്പോഴോ പാസിംഗ് റിമാർക്ക് പോലെ നെഹ്റു വന്നു പോകുന്നുവെങ്കിലും നെഹ്റുവിന്റെ സംഭാവനകളെ പറ്റിയിട്ടൊന്നും പറയുന്നില്ല.
അപ്പൊ മൊത്തത്തിൽ ശ്രമിക്കുന്നത് അവരുടെ ആശയങ്ങളാണ് ഇന്ത്യയെ മുന്നോട്ട് നയിക്കുന്നതെന്ന് പറഞ്ഞു വെക്കുക. അതേസമയം കോൺഗ്രസ് പറയുന്ന അല്ലെങ്കിൽ നമ്മളെല്ലാം പഠിച്ചിട്ടുള്ള ഒരു ഹിസ്റ്ററിക്കെതിരെ ഒരു കൗണ്ടർ ഹിസ്റ്ററി സൃഷ്ടിക്കുക. ഏറ്റവും അവസാനമായിട്ട് മോഡി വന്നതിന് ശേഷം കോൺസ്റ്റിറ്റ്യൂഷനെ ഒരുപാട് നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അവർ നടത്തുന്ന അമെന്റ്മെന്റുകളൊക്കെ രാജ്യത്തെ ഒരുമിപ്പിക്കുന്നതാണ്. കോൺഗ്രസ് നടത്തിയ അമെന്റ്മെന്റുകളിൽ അങ്ങനെയല്ല. കോൺഗ്രസ് ആണ് കൂടുതൽ, പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് നടത്തിയ കാര്യങ്ങൾ. അതിലൊക്കെ കുറച്ച് സത്യമുണ്ട്. ഇന്ദിരാഗാന്ധി എമർജൻസി ടൈമിൽ നടത്തിയ അമെന്റ്മെന്റുകളും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു എന്നുള്ളതും അങ്ങനെയല്ല മോഡി ചെയ്യുന്നതെന്നൊക്കെയാണ് അമിത്ഷാ പറയുന്നത്. അപ്പൊ അമിത്ഷായ്ക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ അമിത്ഷാ അപമാനിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിന്റെ ഇടയിൽ അമിത്ഷാ പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പൊ അമിത്ഷായുടെ നരേറ്റീവ്സ് ബിൽഡ് ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് ഓപ്പോസിഷനെതിരെ പറഞ്ഞ ഒരു കാര്യം മാത്രമാണിത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അംബേദ്കർ അംബേദ്കർ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേപോലെ നിങ്ങൾ ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വർഗത്തിലെത്തില്ല. നിങ്ങൾ അത്രയും ഓവർ യൂസ് ചെയ്യുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. അപ്പൊ അത് അമിത്ഷാ അത് പറഞ്ഞതിനെ വെച്ചിട്ട് ഇത്രത്തോളം കോൺഗ്രസ് പ്രശ്നം ഉണ്ടാക്കുന്നത് ഈ പറഞ്ഞ പോലെ വീണ് കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കുന്നുള്ളതാണ്. നമുക്കറിയാം അങ്ങനെ ഒരു കാര്യം പറഞ്ഞത് കൊണ്ട് ഒരിക്കലും അതൊരു കോൺസ്റ്റിറ്റ്യൂഷനെ അപമാനിക്കലോ കാര്യങ്ങളോ ഒന്നുമല്ല എന്ന് നമുക്കറിയാം. അത് അദ്ദേഹം ആ ഒരു സമയത്തെ പറഞ്ഞൊരു കാര്യം മാത്രമാണ്. അപ്പൊ അതിനെ എടുത്ത് മാറ്റിയിട്ട് കോൺഗ്രസ് അതിനെ ഉപയോഗിക്കാൻ ശ്രമിക്കുന്നത് അത് അംബേദ്കറിനെ അപമാനിച്ചു, ഭരണഘടനയെ അപമാനിച്ചു എന്നുള്ളതാണ്. അപ്പൊ ഇത് പക്ഷെ ആക്ച്വലി ഇതിന്റെ കുറച്ചുകൂടി ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ പ്രശ്നമാകുന്നത് കോൺഗ്രസിന് തന്നെ ആവുള്ളൂ. കാരണം അത് അത്രത്തോളം കോൺഗ്രസിനെതിരെ സംസാരിച്ചിട്ടുള്ള ഒരാളാണ് അംബേദ്കർ. അപ്പൊ ഇതെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാനായിട്ടായിരിക്കും ഇനി BJPയുടെ ഇന്റലക്ച്വൽ സൈഡിൽ നിന്ന് അവര് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ അവർ അതിനുള്ള ശ്രമമായിരിക്കും നടത്തുന്നത്. അപ്പൊ അവര് പണ്ട് അംബേദ്കർ പറഞ്ഞതും എഴുതിയ കാര്യങ്ങളും എല്ലാം പുറത്ത് കൊണ്ടുവരും. അപ്പൊ അത് കോൺഗ്രസിന് കൂടുതൽ ക്ഷീണമാവും. പക്ഷെ നമുക്കറിയാം രാഷ്ട്രീയത്തിൽ അങ്ങനെ ഫാക്ട്സിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ആരാണ് വികാരം വെച്ച് കൂടുതൽ കളിക്കുന്നതിനനുസരിച്ചിരിക്കും. ഇപ്പോൾ തന്നെ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ അംബേദ്കറുമായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് അപ്പോ അവരുടെ ഭാഗത്തിന് ശരി തെറ്റ് രാഷ്ട്രീയത്തിൽ വീണ് കിട്ടുന്നത് വിദ്യയാക്കുന്നത് ആരാണ് ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന സ്കോർ ചെയ്യാന്നുള്ളതാണ്. എന്നാൽ പക്ഷെ നമുക്ക് ചരിത്രത്തിന് മുന്നിൽ ഈ നീതികേട് കാണിക്കാൻ സാധിക്കില്ല. കോൺഗ്രസിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരുപക്ഷെ കോൺഗ്രസിനെ ഗാന്ധിയെ ഏറ്റവും കൂടുതൽ വിമർശനാത്മകമായി സമീപിച്ചിട്ടുള്ളത് അംബേദ്കർ ആയിരിക്കും. കോൺഗ്രസിന്റെ ഒരു പ്രശ്നം അവരുടെ ഭൂതകാലത്തിലുള്ള ചില കാര്യങ്ങളെല്ലാം മറക്കുകയും തങ്ങളാണ് ഇന്ത്യ. കാര്യം ഈ കുടുംബ പാരമ്പര്യങ്ങൾ ഇങ്ങനെ കാലാകാലങ്ങളെ കൈമാറി പോകുന്ന ഒരു രീതി മാത്രമുള്ള കോൺഗ്രസിന് ഒരുപാട് മെച്ചപ്പെട്ട ഗുണങ്ങൾ അവർ ഒരുപാട് ഇന്ത്യനെ സഹായിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, ഒരുപാട് ഇൻപുട്ടുകൾ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തൊന്നും നമുക്ക് എതിർപ്പില്ല. പക്ഷെ BJP ക്ഷമിക്കണം, എന്നാൽ അതേ സമയത്ത് കോൺഗ്രസ് അംബേദ്കർ എന്ന് പറയുന്ന ഒരു സ്പെക്ട്രത്തിൽ ആ ഒരു കാര്യത്തിൽ വരുമ്പോൾ അതുകൂടി ഒന്ന് വിശദമാക്കേണ്ടതല്ലേ? ശരിക്കും അംബേദ്കറിനെ ചതിച്ചത് BJP ആണെന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ പോലും അത് അതിശയോക്തിയായി മാറില്ലല്ലോ. അത് ഈ കോൺഗ്രസിന്റെ അംബേദ്കറുമായിട്ടുള്ള കാര്യം പറയുകയാണെങ്കിൽ ഈ അംബേദ്കർ കോൺഗ്രസിനെയും ഗാന്ധിജിയും വിമർശിച്ച പോലെ തന്നെ ലോകത്ത് വേറെ ആരും വിമർശിച്ചിട്ടില്ല എന്ന് പറയാം. അത് പല ആൾക്കാരും അഥവാ ഇനി ഗാന്ധിജി വിമർശിക്കുന്നെങ്കിലും അതായത് ഇന്നത്തെ കാലത്ത് ഗാന്ധിജി അതൊരു വളരെ വലിയ ബിംബവൽക്കരണം കഴിഞ്ഞതിന് ശേഷമുള്ള ഗാന്ധിജി ആണല്ലോ ഇന്നുള്ളത്. നമ്മുടെ രാഷ്ട്രപിതാവാണ്. ഗാന്ധിജി എന്തെങ്കിലും പറയും. ഇപ്പൊ ഈ അംബേദ്കറിനെ പറയുന്ന പോലെ നമുക്കറിയാം ഗാന്ധിജി ഒരു വിമർശനം ഉന്നയിച്ചാൽ പോലും ഇത് വലിയ പ്രശ്നമാകുന്ന കാര്യമാണ്. പക്ഷെ അംബേദ്കർ ഗാന്ധിജിക്കെതിരെ ഉപയോഗിച്ച വാക്കുകളൊക്കെ വേറെ ആരും ഉപയോഗിക്കില്ല. ഗാന്ധിജി ഏതെങ്കിലും ഒരു റൗണ്ട് ടേബിൾ കോൺഫറൻസിലേക്ക് ഗാന്ധിജി വന്നു എന്ന് പറയുന്നത് ഗാന്ധിജി പറഞ്ഞ അൺഫോർച്ചുനേറ്റ്ലി ഗാന്ധിജിയാണ് വന്നതെന്നാണ് പറഞ്ഞത്. ഗാന്ധിജി ഒരു ഇല്യൂഷനിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. ഗാന്ധിജിയാണ് ഇന്ത്യയെ നയിക്കുന്നതെങ്കിൽ ഇന്ത്യയുടെ ഭാവി വളരെ മോശമായിരിക്കും. എല്ലാ കാര്യത്തിലും ഗാന്ധിജിയെ വളരെ കണിശമായിട്ട് വിമർശിച്ച ഒരു വ്യക്തിയാണ് അംബേദ്കർ. അതുപോലെ തന്നെ അദ്ദേഹം എഴുതിയൊരു പുസ്തകത്തിന്റെ ടൈറ്റിൽ തന്നെ വാട്ട് കോൺഗ്രസ് ആൻഡ് ഗാന്ധിജി ഡിഡ് ടു അൺടച്ചബിൾസ് എന്നുള്ളതാണ്. അത് അത്രത്തോളം മോശമായിട്ടാണ്. ഇന്ത്യയിലെ അൺടച്ചബിൾസിനെതിരെ ഏറ്റവും കൂടുതൽ പ്രവർത്തിച്ച ഒരു പ്രസ്ഥാനമായിട്ട് കോൺഗ്രസിനെയും ഒരു വ്യക്തിയായിട്ടാണ് ഗാന്ധിജിയും അംബേദ്കർ കണ്ടിരുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് അദ്ദേഹം ഒരു പുസ്തകത്തിൽ എഴുതിയത്. ആ പുസ്തകം എഴുതാനുള്ള ഒരു കോണ്ടെക്സ്റ്റ് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1937 ഒരു ഇലക്ഷൻ നടക്കുകയും ആ ഇലക്ഷനിൽ കോൺഗ്രസ് ജയിക്കുകയും ചെയ്തു. അംബേദ്കറിന്റെ പാർട്ടി പരാജയപ്പെടുകയും ചെയ്തു. അതോടെ അൺടച്ചബിൾസ് മുഴുവൻ തങ്ങൾക്കൊപ്പമാണെന്ന് കോൺഗ്രസ് വരുത്തി തീർക്കുകയും ചെയ്തു. ഗാന്ധിജിക്കൊപ്പമാണെന്ന് കോൺഗ്രസ് വരുത്തി തീർക്കുന്നു. അത് അങ്ങനെയല്ല സത്യം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കണക്കുകൾ വെച്ചിട്ട് കാര്യങ്ങൾ ഒരു പുസ്തകം എഴുതുന്നത്. പക്ഷെ ആ പുസ്തകത്തിലുടനീളം അതിനു മുമ്പ് തന്നെ 1917 മുതൽ ലക്നൗ പാക്ടിന് ശേഷമുള്ള സമയം മുതൽ റൗണ്ട് ടേബിൾ കോൺഫറൻസിലൊക്കെ എങ്ങനെയാണ് കോൺഗ്രസ് അൺടച്ചബിൾസിനെതിരെ പെരുമാറുന്നത്, എത്രത്തോളം മോശമായിട്ടാണ്, അതായത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് പറയുകയും അവസാനം അത് പരിഹരിക്കാതിരിക്കുകയും കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകുന്നത്. നമുക്കറിയാം അംബേദ്കറെ സംബന്ധിച്ചിടത്തോളം സ്വാതന്ത്ര്യത്തിനേക്കാളും ഏറ്റവും വലുതായിട്ട് അംബേദ്കർ കണ്ടിരുന്നത് തന്റെ കൂടെയുള്ള ആളുകളുടെ വിമോചനമായിരുന്നു.
ഇന്ത്യയിൽ വളരെ കാലമായി നേരിട്ടുകൊണ്ടിരുന്ന ഈ അൺടച്ചബിലിറ്റി എന്ന പ്രശ്നത്തെ ഇറാഡിക്കേറ്റ് ചെയ്യുക, അവരുടെ സാമൂഹ്യ പുരോഗതിയിലേക്ക് കൊണ്ടുവരിക, മനുഷ്യരെ തുല്യരായിട്ട് കാണുക എന്നുള്ളതായിരുന്നു അംബേദ്കറിന്റെ ഒരു ഇത്. അതേസമയം ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അല്ലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഒരു രാഷ്ട്രീയ കളിയായിരുന്നു കൂടുതലായിട്ടുണ്ടായിരുന്നത്. അത് എങ്ങനെയാണ് മറ്റുള്ളവരെ എല്ലാവരും ഒരുമിച്ച് നിർത്തുക, അതിനുശേഷം ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് മാറ്റുക, അതിനുശേഷം ഇന്ത്യക്ക് സ്വരാജ്യം നേടുക എന്നുള്ളതായിരുന്നു ഗാന്ധിജി. അതുകൊണ്ട് അംബേദ്കർ ഉന്നയിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ഗാന്ധിജി അവഗണിക്കുകയാണ്. അത് അംബേദ്കർ റൗണ്ട് ടേബിൾ 1 കോൺഫറൻസിൽ അവിടെ പോയി ഉന്നയിച്ച ആശയങ്ങളിലെല്ലാം. അപ്പൊ അവിടെ ഒരു കാര്യം പറയേണ്ടതായിട്ടുണ്ട്. ഈ നമ്മളുടെ നേരത്തെ അമിത്ഷാ പറഞ്ഞ ഹിന്ദു ടെക്സ്റ്റിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉള്ളതെന്നൊക്കെ പറയുന്ന രീതിയിൽ അമിത്ഷാ പറയുമ്പോൾ നമുക്കറിയാം റൗണ്ട് ടേബിൾ 1 കോൺഫറൻസിൽ തന്നെ, അതായത് 1920-കളിൽ തന്നെ അംബേദ്കർ ബ്രിട്ടീഷ് പാർലമെന്റിന് മുന്നിൽ വെക്കുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ഈ ഫണ്ടമെന്റൽ റൈറ്റ്സിനെ പറ്റിയിട്ടും ഒക്കെ പറയുമ്പോൾ അംബേദ്കർ അവിടെ റെഫർ ചെയ്യുന്നത് അയർലൻഡിലെയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് കോൺസ്റ്റിറ്റ്യൂഷനാണ്. അവിടുത്തെ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിനെ പറ്റിയിട്ടൊക്കെയാണ് അംബേദ്കർ റെഫർ ചെയ്യുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ട് ഇത് വരണമെന്നുള്ളത്. അതുപോലെ തന്നെ അംബേദ്കർ പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഹിന്ദു സമൂഹം അല്ലെങ്കിൽ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു മതം തന്നെ നശിച്ചാൽ മാത്രമേ ഇന്ത്യയിലെ ജാതീയത അവസാനിക്കൂ എന്ന് തുറന്നു പറഞ്ഞാണ് അദ്ദേഹത്തിന്റെ ജാതി ഉന്മൂലനം എന്ന പുസ്തകത്തിനകത്തായി. അപ്പൊ ഈ ജാതി ഉന്മൂലനം എന്ന് പറഞ്ഞ പുസ്തകത്തിൽ അംബേദ്കർ പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഞാനൊരു പരാജയപ്പെട്ട നേതാവാണ്, എന്നെ വാഴ്ത്തിപ്പാടാനോ മഹത്വവൽക്കരിക്കാനോ ആരുമില്ല, എല്ലാ തരത്തിലും തിരസ്കരിക്കപ്പെട്ട ഒരു നേതാവാണ്. അംബേദ്കറിന്റെ സങ്കടം മുഴുവൻ ജാതി ഉന്മൂലനത്തിന്റെ കൺക്ലൂഷൻ പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഗാന്ധിജി നമുക്കറിയാം പൂനെ പാക്ടിന് ശേഷം ബ്ലാക്ക് മെയിൽ ചെയ്തതും അവസാനം വഴങ്ങിക്കൊടുക്കേണ്ടി വന്നതും ഒക്കെയുള്ള ഒരു അവസ്ഥ. അപ്പൊ അത്രത്തോളം മോശപ്പെട്ട രീതിയിലാണ് ഇന്ത്യയിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെല്ലാം അദ്ദേഹത്തോട് അന്ന് ചെയ്തിരുന്ന. അതിനെതിരെ അദ്ദേഹം അത് കണ്ടിട്ട് മിണ്ടാതെ പോയൊന്നുമില്ല, വളരെ ശക്തമായി വിമർശിച്ചാണ്. അദ്ദേഹത്തിന്റെ അവസാന കാലം വരെ ഈ രാഷ്ട്രീയ പാർട്ടികൾ യാതൊരുവിധ കോംപ്രമൈസിനും അദ്ദേഹം തയ്യാറായില്ല. എന്നാൽ ഇതിന്റെയൊക്കെ രസം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെയൊക്കെ ഇടയിലും അദ്ദേഹം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഫാദറായിട്ട് വരികയും അദ്ദേഹം നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നതിൽ അവരോടൊക്കെ ഒത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിനൊന്നും എങ്ങും വഴങ്ങി കൊടുക്കുന്നുമില്ല, തന്റെ ജനതയ്ക്കെതിരെ നിൽക്കുന്ന യാതൊരു ഇതും എടുത്തിട്ടുമില്ല എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ എല്ലാം കാണാൻ കഴിയുന്നത് അംബേദ്കറിന്റെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏകദേശം 1920 മുതൽ അദ്ദേഹം മരിക്കുന്നിടം വരെ കോൺഗ്രസിനെതിരെ വളരെ ശക്തമായ വിമർശനം ഉന്നയിച്ച ഇന്ത്യയിലെ ഒരു ആന്റി കോൺഗ്രസ് സംഭവത്തിന് തന്നെ തുടക്കമിട്ട ഒരാളാണ് അംബേദ്കർ. പക്ഷെ നമ്മൾ ഇന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, ഗാന്ധി അംബേദ്കറിന്റെ പടങ്ങൾ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരിക്കലും ഒരുമിച്ച് വെക്കാൻ പറ്റുന്ന രണ്ട് ആശയങ്ങളല്ല അവരുടെ. ഇതിനകത്ത് എപ്പോഴും കോൺഗ്രസ് ചെയ്തൊരു കാര്യം, അതായത് ഈ ചരിത്രത്തെ തിരസ്കരിക്കുക എന്നതിനൊക്കെ ഉപരിയായി ഈ അംബേദ്കറിന്റെ നേട്ടങ്ങളുടെ പിതൃത്വം ഏറ്റെടുക്കാന്നൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് അവരെപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഘട്ടങ്ങളിൽ അംബേദ്കർ മുന്നോട്ട് വെച്ച എല്ലാ പുരോഗമനപരമായ സമീപനങ്ങളെയും അതിനെല്ലാം തന്നെ എന്താ പറയാ ലൈറ്റ് ആക്കുക, നേർപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അതിനെ സമീപിച്ചതെന്ന് നമുക്ക് പല ഇൻസിഡൻസിലും കാണാൻ സാധിക്കും. സത്യത്തിൽ അംബേദ്കറിന്റെ നേട്ടങ്ങളുടെ പിതൃത്വം അത് അദ്ദേഹത്തിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നു എന്നാണ് നമുക്ക് ചരിത്രം നിഷ്പക്ഷമായി മനസ്സിലാക്കുന്ന ഒരാൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കും. അപ്പം അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറയാം. അതെ, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ അപ്ലിഫ്റ്റ്മെന്റ് എന്നുള്ള കാര്യത്തിന് അവർക്ക് തുടക്കം മുതലേ രണ്ട് പക്ഷം ഉണ്ടായിരുന്നു കോൺഗ്രസിൽ. അപ്പം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നും അതുപോലെ മറ്റേ പാർട്ടിയുടെ പേര് ഞാൻ മറന്നു, ഈ കോൺഗ്രസിൽ തന്നെ സോഷ്യൽ റീഫോം പാർട്ടി അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പൊ അവിടെ തന്നെ ഈ സാമൂഹ്യ വിഷയങ്ങളൊന്നും എടുക്കണ്ട എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആയിരുന്നു കോൺഗ്രസിന് തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവർ സെപ്പറേറ്റ് ഒരു സെക്ഷനൊക്കെ ഉണ്ടാക്കിയത്. ഈ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു പാർട്ടിയുടെ ഒരുമിച്ച് പോകുന്നതിനെതിരെ കോൺഗ്രസിൽ തന്നെ വലിയ പ്രശ്നം ഉണ്ടാക്കി. ബാലഗംഗാധര തിലകനെ പോലുള്ളവർ അതിനെതിരെ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയും അതിനുശേഷം അവര് സോഷ്യൽ കാര്യങ്ങളൊന്നും സംസാരിക്കാതെ വരെ ആയി എന്നുള്ളതാണ് അംബേദ്കറിന്റെ പുസ്തകങ്ങളിൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുശേഷം ഈ ഇന്ത്യക്ക് ഒരു സ്വരാജ് എന്ന രീതിയിലേക്ക് മുന്നോട്ട് പോകുമെന്ന് ആയി കഴിഞ്ഞപ്പോൾ അൺടച്ചബിൾസിനെയും ഒക്കെ കൂടെ നിർത്തണം എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോഴാണ് എന്നാൽ അവരുടെ പ്രശ്നങ്ങളും ഞങ്ങൾ സംസാരിക്കുക, ഞങ്ങളാണ് അവരുടെ നേതാവ് എന്നുള്ള രീതിയിലേക്ക് അവർ വരുന്നത്. അപ്പോഴും അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അൺടച്ചബിൾസിനെ കൂടെ നിർത്തിയതിന് ശേഷം വീണ്ടും ഇവര് കോൺഗ്രസ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു മഹാസഭയോട് ആവശ്യപ്പെടുകയാണ് നിങ്ങൾ ഈ ജാതീയതയൊക്കെ ഉപേക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെടണമെന്നുള്ളത്. അതായത് കോൺഗ്രസ് അവർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി, അതായത് ഇവർക്ക് ചെയ്തു കൊടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം അതിൽ നിന്ന് പിൻവലിയുന്നു എന്നാണ് അംബേദ്കർ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുശേഷം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റൗണ്ട് ടേബിൾ കോൺഫറൻസിലും ഒക്കെ പോയ സമയത്ത് കോൺഗ്രസ് അവിടെ പോയിട്ടില്ല. ആദ്യത്തെ റൗണ്ട് ടേബിൾ കോൺഫറൻസ് നടക്കുമ്പോൾ ഇന്ത്യ നോൺ കോർപ്പറേഷൻ എന്ന് പറഞ്ഞിട്ട് അവിടെ പോയില്ല, ഇന്ത്യയുടെ ആവശ്യങ്ങളൊന്നും അവിടെ ഉന്നയിച്ചില്ല. പക്ഷെ അവിടെ അന്നേരം അൺടച്ചബിൾസിന്റെ പ്രതിനിധിയായിട്ട് പോയതും ഇങ്ങനെയൊക്കെ ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടതെന്നുള്ള
അതിനകത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാക്കും അംബേദ്കർ മുന്നോട്ട് വെച്ച കാര്യങ്ങളിലൊക്കെ. പക്ഷെ അവിടെ പോയി കാര്യങ്ങളൊക്കെ നേടിയെടുത്ത ഒരാളാണ് അംബേദ്കർ. അങ്ങനെ നേടിയെടുത്ത കാര്യത്തെ ഗാന്ധിജിയിലൂടെ ബ്ലാക്ക്മെയിൽ ചെയ്ത് തോൽപ്പിക്കുകയാണ് വീണ്ടും നമ്മൾ കാണുന്നത്. നമ്മൾ എപ്പോഴും പറയുമ്പം ഇന്ത്യയുടെ എല്ലാ കാര്യങ്ങളും പറയുമ്പോൾ അംബേദ്കറിനെ കോൺഗ്രസിന്റെ കൂടെ ചേർത്ത് നമ്മൾ സംസാരിക്കുന്നു. പക്ഷെ നമ്മൾ പറയുമ്പോൾ സ്വാതന്ത്ര്യ സമര സേനാനികൾ എന്ന കൂട്ടത്തിൽ പറയുന്നെങ്കിലും ഇവരുടെയൊക്കെ പാതകൾ പലപ്പോഴും വളരെ വ്യത്യാസമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. പക്ഷെ ഇന്ന് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇപ്പൊ ഗാന്ധിജിക്കെതിരെ പറയുമ്പോഴും അംബേദ്കറിനെതിരെ പറയുമ്പോഴും ഒരേപോലെയാണ് കോൺഗ്രസ്സുകാരുടെയൊക്കെ സെന്റിമെന്റ്സ് വർക്ക് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതാണ്, അത് കൂടുതൽ കുഴിച്ചു പോയി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന് തന്നെയാണ് പ്രശ്നം. കാരണം BJP എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിലേക്ക് വരുന്നത് അംബേദ്കറിന് ശേഷമാണ്. നേരിട്ടുള്ള ഒരു ഇപ്പൊ BJPക്ക് എന്ത് പറഞ്ഞാലും അംബേദ്കർ ഞങ്ങളെ ഒന്നും പറഞ്ഞിട്ടില്ല, നിങ്ങളെയാണ് പറഞ്ഞതെന്ന് വരുത്തി തീർക്കാനായിട്ട് വളരെ പെട്ടെന്ന് സാധിക്കും. കാരണം അവർ വളരെ ലേറ്റ് ആയിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്നതാണ്. അതിന്റെ ഈ ഹിന്ദു മഹാസഭയെ പറ്റിയിട്ടാണെങ്കിലും RSSനെ പറ്റിയിട്ടാണെങ്കിലും ഒക്കെ അംബേദ്കറിന് മോശം അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊക്കെ വളരെ ഈസി ആയിട്ട് അവർക്ക് മറികടക്കാൻ പറ്റും BJP, കാരണം അവർ വളരെ ലേറ്റ് ആയിട്ട് വന്നതാണ്. പക്ഷെ അതേസമയം കോൺഗ്രസിനെതിരെ മറ്റൊരാൾ പറഞ്ഞു എന്നുള്ളതല്ല, അംബേദ്കർ പറഞ്ഞ തന്നെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ അവിടെ ഉണ്ട് എന്നുള്ള. ഇപ്പൊ പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള ആളുകൾ നീല ധരിച്ചുകൊണ്ട് അംബേദ്കറിന് പ്രതീകാത്മകമായി അംബേദ്കറിനൊപ്പം നിന്നുകൊണ്ട് എന്ന് പറയുന്നു. സത്യത്തിൽ പാർലമെന്റിൽ പ്രിയങ്ക ഗാന്ധി വന്ന സമയം നമ്മളൊക്കെ ഒരുപാട് പ്രതീക്ഷ, നമ്മൾ എന്നല്ല പൊതുവിൽ ഒരുപാട് പ്രതീക്ഷ കുത്തിഘോഷിക്കപ്പെട്ട ഒരു വരവായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ. മാത്രമല്ല ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നമുക്ക് ഒരു വലിയ വനിതാ നേതാവിന്റെ ഒരു കുറവ് പലപ്പോഴും കാണാൻ സാധിക്കും. നമുക്ക് നമ്മുടെ പ്രസിഡന്റ് വനിത ആയിക്കോട്ടെ, നിർമ്മല സീതാരാമൻ ഉണ്ടായിക്കൊള്ളട്ടെ, മമതാ ബാനർജി ഉണ്ടായിക്കൊള്ളട്ടെ, എന്നാൽ പോലും സുഷമ സ്വരാജ് ഇരുന്ന പോലെയോ അല്ലെങ്കിൽ വളരെ സ്ട്രോങ് ആയ ഒരു വനിതാ നേതാവിന്റെ അഭാവത്തിലാണ് സത്യത്തിൽ പ്രിയങ്ക ഗാന്ധി പാർലമെന്റിലേക്ക് എത്തുന്നത്. പ്രിയങ്ക അങ്ങനെ ശോഭിച്ചോ എന്നുകൂടി നമുക്കൊന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു. കാരണം പ്രിയങ്ക വളരെ ബാലിശമായ പല നിലപാടുകളും ഇതിനിടയിൽ എടുക്കുന്നത് നമ്മൾ കണ്ടു. വന്ന പ്രസംഗത്തിൽ ഉൾപ്പെടെ പാർലമെന്റിന്റെ വിന്റർ സെഷനിൽ ക്രിയാത്മകമായ ഒരു ഇൻപുട്ടും കോൺഗ്രസിന് നൽകാനും സാധിച്ചിട്ടില്ല. അപ്പൊ ഈ കോൺഗ്രസിന്റെ നിലവിലെ സാഹചര്യം കൂടി ഒന്ന് വിശകലനം ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ ഡീപ്പായിട്ട് ഇപ്പോഴത്തെ ഇവരുടെ ഒരു പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ ഡീപ്പായിട്ട് അനലൈസ് ചെയ്തിട്ടില്ല. പ്രിയങ്ക ഗാന്ധിയുടെ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത് എന്താണെന്ന് വെച്ചാൽ, പ്രിയങ്ക ഗാന്ധി ഒരു ദിവസം ഈ ഒരു ബാഗില് ഇതായിട്ട് വന്നതാണ്, മറ്റേ പാലസ്തീൻ വിഷയത്തില് അടുത്ത ദിവസം ബംഗ്ലാദേശി ഇതും ഇട്ടിട്ട് വരുന്ന ഒരു ബാഗൊക്കെ ആയിട്ട് വരുന്നു, അതിന് കൗണ്ടർ ചെയ്യാനായിട്ട് എന്നുള്ള രീതിയിൽ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള രാഷ്ട്രീയമാണ് പ്രിയങ്ക ഗാന്ധിയുടെ എങ്കിൽ അധികം വിജയിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ രണ്ടു കൂട്ടരെയും ഞാൻ സന്തോഷിപ്പിക്കും എന്നുള്ളൊരു നിലപാടിനപ്പുറത്തേക്ക് അത് ഒരു ജെന്യൂൻ ആയിട്ടുള്ള ഒരു എഫർട്ട് അല്ല. ഇപ്പൊ അവര് പാലസ്തീൻ വിഷയത്തിലാണ് പ്രിയങ്ക ഗാന്ധിക്ക് സപ്പോർട്ട് എങ്കിൽ ഓക്കെ, അത് വ്യക്തമായിട്ട് അത് പറയാം. ചിലപ്പം നമുക്ക് എല്ലാവർക്കും അതിനകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അതിനുശേഷം ഓക്കെ, എന്നാൽ ഞാൻ അടുത്ത ദിവസം ബംഗ്ലാദേശി ഇതിന്റെ ഇട്ടിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ അത്രത്തോളം ഒരു എന്താ പറയാ, എന്താ കൃത്യമായിട്ട് വാക്കെന്ന് എനിക്കറിയാം, ഒരു ഫാൻസി ഡ്രസ് രാഷ്ട്രീയമോ അങ്ങനെ വേണമെങ്കിലും പറയാം. ഓരോ ദിവസം ആരുടെയെങ്കിലും കൂടെയാണ് ഞങ്ങളെന്ന് കാണിക്കാൻ വേണ്ടി. ഇപ്പൊ ഈ അംബേദ്കറിനോട് കാണിക്കുന്ന സ്നേഹം പോലെ എപ്പോഴും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ പ്രിയങ്ക ഗാന്ധിയെ മാത്രമായിട്ട് ഞാൻ അങ്ങനെ കുറ്റം പറയുന്നില്ല. എല്ലാവരും ശ്രമിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആരുടെയെങ്കിലും ഒക്കെ ഒപ്പമാണെന്ന് ഇങ്ങനെ വരുത്തി തീർക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. അപ്പൊ അതിന്റെ പേരിൽ മറ്റുള്ളവർ ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ രാജ്യത്ത് പരിഹരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പൊ അതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് പിന്നെ പ്രതിപക്ഷത്തിന് ഈ എപ്പോഴും ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ കാണിച്ചാലേ രക്ഷയുള്ളൂ. അതുകൊണ്ടാണ് അവര് അങ്ങനെ ചെയ്യുന്നത്. നമുക്കറിയാം, ഇപ്പൊ BJP പ്രതിപക്ഷത്തിരുന്നപ്പോഴും അവരിങ്ങനെയൊക്കെ തന്നെയായിരുന്നു. കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുമ്പോഴും അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വാക്കുകൾ വീണ് കിട്ടുന്നതൊക്കെ മാക്സിമം ഉപയോഗിക്കുക എന്നതിലുപരി ആളുകളുടെ പ്രശ്നങ്ങളിലേക്ക് ക്രിയാത്മകമായി ഇടപെടുക എന്നുള്ള രാഷ്ട്രീയമൊന്നും ഞാൻ എന്തായാലും കോൺഗ്രസിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കുന്നില്ല, മറ്റു പാർട്ടികളിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഭരണപക്ഷത്തിന് അവർക്ക് ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പല കാര്യങ്ങളും ചെയ്തു എന്ന് കാണിക്കാൻ പറ്റും. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അത് പറ്റില്ല. ഭരണപക്ഷത്തിന്റെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനേ പറ്റുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ തുടക്കത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത സംഭവത്തിനകത്ത് അമിത്ഷായെ നേരിടണമെങ്കിൽ അമിത്ഷാ പറഞ്ഞ പല കാര്യങ്ങളിലും അമിത്ഷാ എന്താണ് ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കി അതിനെ കൗണ്ടർ ചെയ്യാൻ, ക്രിയാത്മകമായി കൗണ്ടർ ചെയ്യാണ് കോൺഗ്രസ് ചെയ്യേണ്ടിയിരുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് പ്രിയങ്ക ഗാന്ധി ചെയ്യുന്നത്. നമുക്കറിയാം രാഹുൽ ഗാന്ധി അത് ചെയ്യാറില്ല. രാഹുൽ ഗാന്ധിക്ക് ഇത് പറ്റാറില്ല. രാഹുൽ ഗാന്ധി അവരുടെ ഗണിയിലെല്ലാം പോയി വീഴാറാണ് ചെയ്യാറ്. അപ്പം ഇതേപോലെ പ്രിയങ്ക ഗാന്ധിയും അങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ അമിത്ഷാ പറഞ്ഞത് ഇതാണ് ഇവരുടെ ഉദ്ദേശം, ഇതാണ് ഇവർ ശ്രമിക്കുന്നത്, ഇത് ചരിത്രത്തിനെതിരാണ്, ഇങ്ങനെയല്ല എന്നുള്ള രീതിയിൽ ഇവർക്ക് പറയാൻ പറ്റില്ല. ഇവർക്ക് അത് പറയാൻ കഴിഞ്ഞെങ്കിൽ ഇതേപോലുള്ള സില്ലി വിഷയത്തിന്റെ പേരിൽ അംബേദ്കറിനെ പറഞ്ഞു, അംബേദ്കറിനെ അപമാനിച്ചു എന്നൊക്കെയുള്ള രീതിയിലേക്ക് ഈ വിഷയം മാറ്റേണ്ട ആവശ്യം വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
അപ്പൊ അഭിലാഷ് കൃഷ്ണൻ പറഞ്ഞത് വളരെ വ്യക്തമാണ്. കോൺഗ്രസിന് തന്നെ ഒരു പക്ഷേ ഇനിയും ചരിത്രത്തിലേക്ക് കുഴിച്ചു പോയാൽ കോൺഗ്രസിന് തന്നെ തിരിച്ചടി കിട്ടാൻ സാധ്യതയുള്ള ഒരു ഏരിയയാണ് അംബേദ്കറും കോൺഗ്രസും, അംബേദ്കറിന്റെ കോൺഗ്രസിനോടുള്ള സമീപനവും ഒക്കെ പുറത്തു വന്നാൽ. ബി.ജെ.പിയെ നിങ്ങൾ നേരിടണമെങ്കിൽ അതിന് രാഷ്ട്രീയം സംസാരിച്ചുകൊണ്ട് പറഞ്ഞ വസ്തുതകളിൽ പ്രസ്താവനകൾ തെറ്റുണ്ടെങ്കിൽ അതിൽ വസ്തുതാപരമായ ചരിത്രപരമായ തെളിവുകൾ നൽകിക്കൊണ്ട് അതിനെ ഖണ്ഡിക്കുക എന്നതിലേക്ക് ഉപരിയായി ഒരു ഫാൻസി ഡ്രസ് രാഷ്ട്രീയത്തിലേക്കാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഗുണമാവുക ബി.ജെ.പിക്ക് തന്നെയായിരിക്കും. എന്തായാലും മറുനാടിനോട് ചേർന്ന് സംസാരിച്ചതിൽ ഒരുപാട് സന്തോഷം അഭിലാഷ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.